മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. You healed me. അഴകുള്ള സ്ത്രീ ആരാണ് എന്ന ചോദ്യത്തിന് സുന്ദരിപ്പട്ടം നേടി വന്ന ആ പെൺകുട്ടി പറഞ്ഞ ഉത്തരം എൻ്റെ അമ്മ എന്നായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെ വിശദീകരിച്ചു: അമ്മയ്ക്ക് തൻ്റെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കാമായിരുന്നു. എന്നാൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി അമ്മ ജീവിച്ചതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും ഒരു കുടുംബത്തിനുള്ളിൽ കഴിയുന്നത്. എൻ്റെ അമ്മ സ്നേഹത്തിനു വേണ്ടി ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു. സ്നേഹിക്കുമ്പോഴാണല്ലോ മനുഷ്യർ അഴകുള്ളവരായിത്തീരുന്നത്. സ്തുതിയായിരിക്കട്ടെ. Vivian! No! പരുന്ത് കോഴിയായി മാറിയ കഥ ഓർക്കുന്നുണ്ടോ? ഒരു കർഷകൻ ഒരിക്കൽ കാട്ടിൽ നിന്നൊരു പരുന്തും കുഞ്ഞിനെ കിട്ടുകയാണ്. ആ കാട്ടിൽ അതിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഒരു പരുന്തും കുഞ്ഞ്. ഇയാൾ ആ പരുന്തും കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്നു. തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇതിനെ വിടുന്നു. അതിൻ്റെ ഒപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒപ്പം പരുന്തിനെ വളർത്തുകയാണ്. കാലം കടന്നുപോയി. ഈ പരുന്തും കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ വളർന്നു, ഭക്ഷണം തേടി നടന്നു. താനൊരു കോഴിയാണെന്ന് ഈ പരുന്ത് സ്വയം തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഉയരത്തിൽ പറക്കുന്ന മറ്റൊരു പരുന്തിനെ കണ്ട് ഈ പരുന്തും കുഞ്ഞ് മറ്റു കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അടുത്തുണ്ടായിരുന്ന മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു പരുന്തിനോട് പറയുകയാണ്, അത് പരുന്താണ്, നമ്മളെപ്പോലെയല്ല. അതിന് വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. നിനക്കങ്ങനെയൊന്നും പറക്കാൻ സാധിക്കില്ല, നമുക്ക് ആർക്കും പറ്റില്ല. ഈ പരുന്തും കുഞ്ഞ് അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ പോലും പറക്കാനോ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഈ പരുന്തും കുഞ്ഞ് പ്രകടിപ്പിച്ചിട്ടില്ല. ആകാശം കീഴടക്കാൻ ജനിച്ച ഒരു പരുന്ത് ഒരു കോഴിയായി, അല്ലെങ്കിൽ ഒരു കോഴിയെ പോലെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
നമ്മൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല, നമ്മളാണ്. ഒരു ആകാശം പുറത്ത് വിശാലമായി കിടന്നിട്ടും ചിറകുകൾ ഉണ്ടായിട്ടും സ്വന്തം ശക്തി മനസ്സിലാക്കാതെ നമ്മളിൽ പലരും ഒരു പരുന്തിനെ പോലെ പക്ഷേ കോഴിയായി ജീവിക്കുകയാണ്. പരുന്ത് കോഴിയായി മാറിയ കഥ ഓർക്കുന്നുണ്ടോ? ഒരു കർഷകൻ ഒരിക്കൽ കാട്ടിൽ നിന്നൊരു പരുന്ത് നല്ലൊരു ചിന്ത. വിശന്നു വലഞ്ഞ് ഒരു യാചകൻ ഉച്ചഭക്ഷണം തേടി ഒരു വീട്ടിലെത്തി. കുറേ നേരം വിളിച്ചെങ്കിലും ആരും ഇറങ്ങി വന്നില്ല. ഗതികെട്ട അയാൾ മുറ്റത്തു നിന്നിരുന്ന ഉണക്കപ്പുല്ല് പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് വീട്ടുടമ ഇറങ്ങി വന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാലാണ് ഉണക്കപ്പുല്ല് തിന്നത് എന്ന് പറഞ്ഞ യാചകനോട് അയാൾ പറഞ്ഞത് എന്നാൽ പിൻവശത്തേക്ക് വന്നോളൂ, അവിടെ ധാരാളം പച്ചപ്പുല്ലുണ്ട് എന്നാണ്. ദാനധർമ്മികൾ ഏറെയുണ്ട് ഇക്കാലത്ത്. എന്നാൽ പലരും ഈ വീട്ടുകാരനെ പോലെയാണെന്ന് മാത്രം. മറ്റൊരാളുടെ നിവൃത്തികേടിനെ നാം ഒരിക്കലും അവഹേളിക്കരുത്. വിശന്നു വലഞ്ഞു വരുന്നവർക്ക് വരാന്തയിലും പുറകിലെ ചായിപ്പിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകും നമ്മിൽ പലരും. അവരുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അവരുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകില്ല. പരോപകാരം പബ്ലിസിറ്റിക്ക് വേണ്ടി ആകരുത്. പരസ്യങ്ങളും വാർത്തകളും കുടപിടിക്കുന്ന ദാനധർമ്മത്തിന് എങ്ങനെയാണ് ഉദ്ദേശശുദ്ധി ഉണ്ടാവുക? ഉള്ളതിൽ നിന്നല്ല, മിച്ചമുള്ളതിൽ നിന്നാണ് നാം പലപ്പോഴും ദാനം ചെയ്യുന്നത്. പഴയ തുണിയും മിച്ചം വന്ന ആഹാരവുമാണ് നമ്മുടെ ദാനധർമ്മങ്ങളിലെ മുഖ്യ കഥാപാത്രങ്ങൾ. പഴകിയതെല്ലാം തള്ളാനുള്ള സ്ഥലമായി അനാഥാലയങ്ങളെയും വൃദ്ധസദനങ്ങളെയും കാണരുത്. ഉപയോഗിച്ചു കഴിഞ്ഞ് മിച്ചം വന്നവ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നും യഥാർത്ഥ ദാനമാകില്ല. പുത്തനുടുപ്പുകളും ചൂടാറാത്ത വിഭവങ്ങളുമുള്ള കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ ശീലമാകട്ടെ. ചിലപ്പം തേളിനരികിൽ വന്നിരുന്നു. അതിന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. തേൾ ഇത്രയും മൃദുവും മനോഹരവുമായ ഒരു ജീവിയെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ചിത്രശലഭം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെ പേടിയില്ല. ആരും അവനോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തേൾ പതിയെ ചിത്രശലഭത്തിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. തന്നിൽ വിഷമുണ്ട് എന്നത് മറന്ന് അവൻ അവൾക്കൊപ്പം നടക്കാൻ തുടങ്ങി. അവർ പല ദിവസങ്ങളും ഒരുമിച്ച് ചെലവഴിച്ചു. ചിത്രശലഭം അവന് പൂക്കൾ കാണിച്ചു കൊടുത്തു, വെയിലിന്റെ ചൂട് അനുഭവിപ്പിച്ചു, മൃദുവായ ഒരു പുതിയ ലോകം പരിചയപ്പെടുത്തി. തന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അവൻ അവളിലൂടെ അറിഞ്ഞു. ഒരു രാത്രി ഇരുവരും വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തേളിന്റെ വാൽ ഒന്ന് ചലിച്ചു. അവൻ പോലും ഇഷ്ടപ്പെടാത്ത അവന്റെ സ്വഭാവം. പിറ്റേന്ന് രാവിലെ ചിത്രശലഭം വേദനയോടെ ഉണർന്നു. അതിന്റെ മൃദുവായ ചിറകുകൾക്ക് പരിക്കേറ്റിരുന്നു. കണ്ണീരോടെ അവൾ ചോദിച്ചു, നീ എന്നെ വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞിരുന്നതല്ലേ? തേളിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ചിത്രശലഭം അവനെ നോക്കി പതിയെ പറഞ്ഞു, എനിക്കറിയാം. പിന്നെ പരിക്കേറ്റ ചിറകുകളുമായി അവൾ പതിയെ പറന്നുപോയി. അവൾക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടല്ല, പക്ഷേ അവൾ പോകേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ബന്ധത്തിലും സ്നേഹം മാത്രം മതിയാകില്ല. അറിയാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചേക്കാവുന്ന ചില ശീലങ്ങളും സ്വഭാവങ്ങളും മാറ്റാൻ നാം തയ്യാറാകണം. ഒരിക്കൽ ഒരു ചിത്രശലഭം തേളിനരികിൽ വന്നിരുന്നു. അതിന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. നമ്മളെല്ലാരും ഒന്നിൽ നിന്ന് നമ്മുടെ ദൈവം
ഒന്നിൽ നിന്നുള്ളവർ നമ്മൾ തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്നതെന്തിനാണ്? ഒന്നിൽ നിന്നുള്ളവർ നമ്മൾ തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്നതെന്തിനാണ്? ഏകദൈവത്തിന് ജാതിയില്ല, ഏതു നിറമെന്ന ഭേദമില്ല, ഏതു രാജ്യത്തില് ഏതൊരു ജാതിയും ഏകദൈവത്തിന്റെ മക്കളല്ലേ? ഏതു രാജ്യത്തില് ഏതൊരു ജാതിയും ഏകദൈവത്തിന്റെ മക്കളല്ലേ? ഇവിടെ വെള്ളത്തിന് ജാതിയുണ്ടോ? ഇടിമിന്നലിന്നൊരു ജാതിയുണ്ടോ? വെയിലിനും പക്ഷിവൃഷാദികൾക്കും വിവിധ ജന്തുക്കൾക്കും ജാതിയുണ്ടോ? വെയിലിനും പക്ഷിവൃഷാദികൾക്കും വിവിധ ജന്തുക്കൾക്കും ജാതിയുണ്ടോ? ജാതി നിർമ്മിച്ചത് നമ്മളാണ്, ചരിതിരിച്ചത് നമ്മളാണ്. ജാതി നിർമ്മിച്ചത് നമ്മളാണ്, ചരിതിരിച്ചത് നമ്മളാണ്. ജാതിക്കു പേർ നൽകി വാഴിച്ചു നമ്മൾ, ജാതി ദൈവങ്ങളെ സൃഷ്ടിച്ചു നമ്മൾ. ജാതിക്കു പേർ നൽകി വാഴിച്ചു നമ്മൾ, ജാതി ദൈവങ്ങളെ സൃഷ്ടിച്ചു നമ്മൾ. നമ്മളെല്ലാരും ഒന്നാണ്, നമ്മിലെ ആത്മനുമൊന്നാണ്. അന്തമില്ലാത്തതാമി പ്രപഞ്ചത്തിൽ സ്വന്തമാണെല്ലാരും എല്ലാരും.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.